ഹലോ കുഞ്ഞാമി ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് മാങ്ങച്ചാറാണ്. മാങ്ങച്ചാർ പറഞ്ഞാൽ നല്ല മാങ്ങ കഴുകി തുടച്ച് വെള്ളമില്ലാണ്ട് ഞാൻ എടുത്ത് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വറ്റൽമുളക് ഞാൻ നല്ലെണ്ണയിൽ വറുത്ത് പൊടിച്ച് എടുത്തിട്ടുണ്ട്. ഞാൻ അച്ചാർ പൊടി ഉപയോഗിക്കലില്ല, വറ്റൽമുളകാണ് ഞാൻ വറുത്ത് പൊടിച്ചത്. അതിക്കുള്ള കായാണ് ഇത്. പിന്നെ കടുകും ലേസ് ഉലുവ ഇടും, കരുവേപ്പിൻ്റെ ഇടും. ഇത് ഇനി ഞാൻ എണ്ണയിൽ ഇട്ടിട്ട് കാണിച്ചു തരാം. വീഡിയോയിലോട്ട് പോവുകയാണ്. പിന്നെ നമ്മൾ ഈ മാങ്ങ ചെത്തി കഴിഞ്ഞിട്ട് ബാക്കി സാധനം ഞാൻ ഉപ്പ് ഇട്ടിട്ട് മാങ്ങേൻ്റെ അണ്ടി ഉപ്പ് ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. ഇതങ്ങനെ ഇതെന്തായത് നമുക്കിത് വെറുതെ ഇങ്ങനെ പിള്ളേർക്കാണേലും സ്കൂൾക്ക് പോകാനാണെങ്കിലും വന്നിട്ടാണേലും വെറുതെ കഞ്ഞിക്ക് കൂട്ടുപാടെ ഇട്ടിട്ടാണ് ഞാൻ ഇതിൽ ഇട്ട് വെച്ചിട്ടുള്ളത്. ഇതിൽ ഉപ്പിട്ടിട്ട് കാന്താരിമുളക് ഇട്ടിട്ട് ഞാൻ ഈ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. അധികം ഞാൻ ഇതിന് പറയുന്നില്ല, കൂടുതലായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ചട്ടി ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട് ഗ്യാസിന്റെ മുകളിൽ. നല്ലെണ്ണ ഒഴിച്ചേ, ചട്ടിയിൽ നല്ലെണ്ണ ഒഴിച്ച് ഇതൊന്ന് നല്ല ചൂടായിട്ട് നമ്മൾ കടുകും ലേശം ഉലുവി ചൂടാട്ടെ നമ്മൾ ഇത് ഇടും. ഞാൻ കടുക് ഇടണ്ട, എണ്ണ ചൂടായിട്ട് 1/2 ടീസ്പൂണാണ് കടുക്. ഇതിന് പൊട്ടിയിട്ട് നമുക്ക് 2 അണി ഉലുവ ഇടണം. 2 അണി ഉലുവ ഇട്ട് കരുവേപ്പിൻ്റെ ഇല. മുളക് പൊടിച്ചത് ഇടുന്നുണ്ട്. ഇളക്കി കൊടുക്കുന്നത് രണ്ടും മിക്സാണത്. മിക്സായിട്ട് കാണാം. കായപ്പൊടി ഇടുന്നുണ്ട് അതിൽ, ഇച്ചിരി കായപ്പൊടി. ഇടണ്ടേ ഇതായിരിക്കും. നമ്മൾ ഇത് എന്താ പറയണ്ടേ, നമുക്ക് മഴക്കാലമൊക്കെ കഴിഞ്ഞ മാങ്ങ കിട്ടാത്ത സീസൺ ആവില്ലേ, അപ്പം നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ 2 കൊല്ലം വരെ ഇതിങ്ങനെ ഇരിക്കും. വെള്ളം തുടിക്കേ ചെയ്യരുത്. നല്ല ഇറക്കി എടുക്കണത്. ചട്ടിയിൽ നമ്മൾ വിചാരിച്ച ചട്ടിയിൽ ഞാൻ നോക്കി, അപ്പം അത് കൊള്ളുന്നില്ല. അപ്പം എന്താക്കി, ചട്ടി മാറ്റി വെച്ചതാണ് കേട്ടോ. അപ്പം ഞാൻ ഇട്ടപ്പോൾ കുറച്ച് താഴെ തുള്ളിപ്പോയി. അപ്പോൾ ഇത് ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിലല്ലേ നമുക്ക് കഞ്ഞിക്കൊരു കറിയും ഉപ്പിട്ട് നമ്മൾ ഇതിൽ കുറച്ച് ഉപ്പിട്ട് നമ്മൾ ആവശ്യത്തിന് ഇട്ടിക്കണം. അതിന് ഉപ്പില്ലെങ്കിൽ നമ്മൾ പിന്നെ അതൊന്ന് എടുത്ത് നോക്കുമ്പോൾ ഉപ്പ് പറഞ്ഞാൽ നമുക്ക് ഇട്ട് കൊടുക്കാം. കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് വായി കൊള്ളൂല. ഇനി കുറച്ച് ബാക്കി സുർക്കണ്ട കൂടി വെച്ച് കൊടുക്കണേ. അപ്പോൾ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി കുപ്പിയിലോട്ട് നമുക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മളെ അച്ചാറിടുന്ന കുപ്പിയാട്ടോ, പൂക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ നമ്മൾ വെളിച്ചെണ്ണ നല്ലെണ്ണ ഒഴിക്കുന്നത്. നല്ലെണ്ണ നമ്മൾ ഒഴിച്ച് കുപ്പീൻ്റെ അകത്ത് നമ്മൾ മാങ്ങ ഇട്ട് വെച്ചിട്ട് പൂക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ചുറ്റിലാക്കണേ. അപ്പൊ നല്ലെണ്ണ മൊത്തത്തിൽ ചുറ്റിക്കട്ടെ. നല്ലെണ്ണ ഒഴിക്കണ്ടേ മുകളിൽ. നമ്മൾ കുറച്ച് ഒഴിച്ച് മുകളിൽ ഒഴിച്ച് വെക്കണം. എന്തിനാരോ അത് മേലെ പൂപ്പൽ വരാണ്ടിരിക്കാനാട്ടോ ഞാനിത് ഒഴിച്ച് വെക്കുന്നത്. ഇത് മൂടിയിട്ട് നമ്മൾ എടുത്ത് വെക്കുകയാണെങ്കിൽ ഇത് ഇപ്പോഴൊന്നും ഇതിന് തൊടൂല. ഇത് കുറേ കഴിഞ്ഞിട്ട് നമ്മളിത് എടുക്കുള്ളൂ. 1.5 കൊല്ലം എടുക്കും മാങ്ങ. ഇത്രേ ഉള്ളൂ നമ്മളെ വീഡിയോ. മാങ്ങന്റെ ലുക്ക് കാണിച്ചോട്ടെ. മാങ്ങ പൂവിന്റെ അവിടേക്ക് കൊണ്ടുപോയി. ടാറ്റ പപ്പ, ഞാൻ പോയിട്ടാ.
എടുത്ത് കൊടുക്കണം 2 പൂവും ഇങ്ങനെ ഓക്കെ പുറത്ത് കളറുണ്ടോ ടീച്ചർ വാ 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 അത് താഴെ കസിൻസുകൾ വന്നിക്കണ് അങ്ങനെയല്ല എടുക്കലോ. ആ നമ്മളെ ഇത്രേ ഉള്ളൂ നമ്മളെ മാങ്ങ അച്ചാറിട്ടിൻ്റെ ഇത്. ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. 2 പൂവ് ഞാൻ വാങ്ങിയതാണ് കേട്ടോ, ഓൺലൈനിൽ വരുത്തിയതാണ് 2 പൂവ്. അടുത്ത വീഡിയോയിലേക്ക് വരാം. ഫോളോ ചെയ്യണം, ലൈക്ക് അടിക്കണം, കമൻറ്റ് ചെയ്യണം, ആ ബട്ടണിലൊന്ന് അമർത്തണം. ഓക്കെ.